നമ്മൾ ഈ യാത്രകൾ പോകുന്ന സമയത്ത് എന്തുകൊണ്ട് പാക്കേജ് എടുത്തു പോകണം എന്ന് കുറെ ആളുകൾ ചോദിക്കാറുണ്ട് അല്ലെ? കാരണം നമ്മൾ പാക്കേജ് എടുത്തു പോയി കഴിഞ്ഞാലും അല്ലെങ്കിലും നമ്മൾ കാണുന്ന സ്ഥലങ്ങൾ ഒരുപോലെ തന്നെയാണ്. പക്ഷെ നമ്മളേക്ക് അവിടേക്ക് എത്താനുള്ള ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല. നമ്മൾ ഫാമിലി ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ആളുകളോ അല്ലെങ്കിൽ ലേഡീസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ യാത്ര പോകുന്ന സ്ഥലങ്ങൾ നമ്മുടെ വീട് അല്ലെങ്കിൽ നമ്മുടെ നാടോ പോലെ നമുക്ക് പരിചയമില്ലാത്ത സ്ഥലങ്ങളാണ്. തീർത്തും അപരിചിതമായിട്ടുള്ള സ്ഥലമാണ് അല്ലെ? നമ്മൾ ഇൻസ്റ്റാഗ്രാമിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ ബാക്കി സോഷ്യൽ മീഡിയയിലോ കണ്ടിട്ടാണ് നമ്മൾ ഈ സ്ഥലങ്ങൾ തിരഞ്ഞെടുത്ത് പോകുന്നത്. അപ്പൊ ഈ സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ അവിടെ എന്തൊക്കെ ഫുഡുകൾ, ഏതൊക്കെ തരത്തിലുള്ള പ്രിക്കോഷൻസ് കരുതണം, അതുപോലെ തന്നെ എത്ര പൈസ കഴിയണം, അതായത് നമ്മുടെ ടിക്കറ്റിങ്, റൂം ബുക്കിംഗ്, സകല സാധനങ്ങളും നല്ലൊരു പാക്കേജ് അല്ലെങ്കിൽ നല്ലൊരു ട്രാവൽ ഏജൻസിയാണ് നിങ്ങൾ കോൺടാക്ട് ചെയ്യുന്നതെങ്കിൽ ഏറ്റവും റെക്കമെൻഡ് ചെയ്യാൻ പറ്റുന്ന പാക്കേജുകൾ എടുത്ത് പോവാണ് ഏറ്റവും ബെറ്റർ. അല്ലാത്ത പക്ഷം നമ്മൾ ചെറിയ പൈസക്ക് ഇപ്പൊ നമ്മൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഇത്ര പൈസന്റെ ഉള്ളിൽ നമുക്ക് കാശ്മീർ പോയി വരാം, മണാലി പോയി വരാം, ഡൽഹി പോയി വരാം എന്നൊക്കെ പറയും. അത് ബജറ്റ് ഓറിയന്റഡ് ആയിട്ട് നമുക്ക് ഒറ്റത്തടി കൊണ്ട് നമ്മൾ സെൽഫായിട്ട് പോവാണെങ്കിൽ ഓക്കെ, പ്രശ്നങ്ങളൊന്നുമില്ല. ഫാമിലി ആയിട്ട് പോവാണെങ്കിൽ ഏറ്റവും ബെറ്റർ നിങ്ങൾ കേരള ബോർഡർ കഴിഞ്ഞിട്ട് ഏതെങ്കിലും സ്ഥലത്തേക്ക് പോവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു പാക്കേജ് എടുത്ത് പോവാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പൈസ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് അനാലിസിസ് നമ്മൾ നടത്തുന്ന സമയത്ത് പാക്കേജ് എടുക്കുമ്പോൾ നമുക്ക് 3000-4000 രൂപ എയർ ആയിരിക്കും. പക്ഷെ അതിനുള്ള റിസ്ക് നമുക്ക് കുറയും. മനസ്സിലായോ? അപ്പോ എന്തുകൊണ്ടും ഏത് സ്ഥലത്തേക്ക് പോവാണെങ്കിലും ഫാമിലി ഒക്കെ ആയിട്ട് പോവാണെങ്കിൽ നല്ലൊരു പാക്കേജ് എടുത്തിട്ട് പോവാണ്. കൺവീനിയന്റ് ആയിട്ട്, അഫോർഡബിൾ ആയിട്ട്, ട്രസ്റ്റബിൾ ആയിട്ടുള്ള, അൾട്ടിമേറ്റ് ആയിട്ട് ട്രസ്റ്റി ആയിട്ടുള്ള, അത്യാവശ്യം റിവ്യൂ ഒക്കെ ഉള്ള പാക്കേജ് എടുത്ത് പോകാൻ ഏറ്റവും ബെറ്റർ. അത് ഇന്ത്യക്കകത്താവട്ടെ പുറത്താവട്ടെ. കാരണം ഒരുപാട് ട്രാപ്പുകളിലും ഹിഡൻ ചാർജസുകളിലും ഒക്കെ നമ്മൾ വീണ് പോകുന്നതിലേറെ ബെറ്റർ ഇതൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് അവരുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ള, അതായത് നല്ല രീതിയിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെടുത്ത് പോവാണ്. അപ്പൊ നമ്മളെ കാര്യങ്ങളൊക്കെ ഏകദേശം ഇപ്പൊ നമ്മൾ കാശ്മീരിൽ പോകുമ്പോൾ ഹിഡൻ ചാർജ് അല്ല, അവിടെ അല്ല, എല്ലാ ആൾക്കും വരുന്നതാണ്. ഗുൽമർഗ്, സോൻമർഗ്, പെഹൽഗാം. നമ്മളവിടെ പോയി കഴിഞ്ഞാൽ അവിടെ നിന്ന് ആഡ് ഓൺ വെഹിക്കിൾസ് എടുത്ത് പോകണം, ഷെയർ ടാക്സി, യൂണിയൻ ടാക്സി ഒക്കെ എടുത്തിട്ട് പോകണം. അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ആയിട്ട് ഒരു പാക്കേജിൽ വരുന്ന കാര്യങ്ങൾ നമ്മളിപ്പോ നമ്മളെ സമയത്തോളം ആഗ്ര, ഡൽഹി, കാശ്മീർ, പഞ്ചാബ്, അല്ലെങ്കിൽ ആഗ്ര, ഡൽഹി, മണാലി, അല്ലെങ്കിൽ ആഗ്ര, ജയ്പൂർ, ഡൽഹി അങ്ങനെയൊക്കെ പോകുന്ന പാക്കേജുകളാണെങ്കിൽ നമ്മളത് വരിക റൂം, അക്കോമഡേഷൻ, ടിക്കറ്റ്സ്, ആഡ് ഓൺ എക്സ്പെൻസുകൾ, നമ്മൾ എക്സ്ക്ലൂഷൻസ് ഉള്ള ഒരു പാർട്ടിൽ എന്ത് ചെയ്യും നമ്മൾ എഴുതിയിട്ടുണ്ടാവും. നമ്മളെ വീഡിയോക്ക് താഴെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ തന്നെ അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന, ഇപ്പൊ കാശ്മീരിനെ സമയത്തോളം അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള അവരാഞ്ചി സംഭവിക്കുകയാണ്, അല്ലെങ്കിൽ വേണ്ട ഒരു ഓവർ സ്നോഫോൾ സംഭവിക്കുകയാണ്. ആ സമയത്ത് നമ്മൾ ഏതെങ്കിലും കുന്നിന്റെ മുകളിലോ ഏതെങ്കിലും സ്ഥലത്തൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് ആഡ് ഓൺ ചെയ്യുന്ന, അതായത് നമുക്ക് അൺഎക്സ്പെക്ടഡ് ആയിട്ട് വരുന്ന ലാൻഡ് സ്ലൈഡുകൾ, മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സ്, ഇത്ര സംഭവങ്ങളാണ്. അപ്പൊ അതിന്റെ എക്സ്പെൻസുകൾ എന്ത് ചെയ്യും? അത് പാക്കേജുകാരുടെ ഭാഗത്ത് നല്ല വരിക. അത് അഡീഷണൽ ആയിട്ട് ആഡ് ഓൺ ചെയ്തിട്ട് പാക്കേജുകാർ നമ്മളെ കൂടെ നിന്ന് തരും എല്ലാ കാര്യങ്ങൾക്കും. പക്ഷെ ആഡ് ഓൺ എക്സ്പെൻസുകൾ നമ്മൾ പാക്കേജിൽ ആദ്യം ഒരിക്കലും നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഇപ്പൊ നമ്മൾ പോകുന്ന സ്ഥലത്ത് ഇന്ന കാര്യങ്ങൾ, അതായത് ട്രാവൽ കോർഡിനേറ്റേഴ്സിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും മാൻമെയ്ഡ് ഡിസാസ്റ്റേഴ്സും മാൻമെയ്ഡ് സംഭവങ്ങൾ വരികയാണെങ്കിൽ ഓക്കെ, അത് അവരുടെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് കൊണ്ട് അപ്പൊ അവര് കോമ്പൻസേറ്റ് ചെയ്യണം. അതല്ല, നാച്ചുറൽ ആയിട്ട് സംഭവിക്കുന്ന എന്തെങ്കിലും ഡിസാസ്റ്റേഴ്സോ എന്തെങ്കിലും നമുക്ക് വരുന്ന ഒബ്സ്റ്റക്കിൾസോ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതെന്ത് ചെയ്യണം? അപ്പൊ അവിടെ ഡിസ്കസ് ചെയ്തിട്ട് അതിന്റെ എമൗണ്ട് നമ്മൾ ഇത് തരണം. അപ്പൊ ആ സമയത്തൊക്കെ പാക്കേജുകാരെ നിങ്ങൾ അവിടെ ഇട്ട് പോവല്ലേ ചെയ്യുക. നിങ്ങളുടെ കൂടെ നിന്നിട്ട്, നിങ്ങളുടെ എമൗണ്ട് നിങ്ങളാണ് എടുക്കുന്നതെങ്കിൽ പോലും നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നിന്ന് തരുന്ന ഒരു ടീമിനെ, അത്തരത്തിലുള്ള ആളുകളാണ് ട്രസ്റ്റ് വർത്തി എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു അനുഭവം നമുക്ക് ഉണ്ടായിട്ടുണ്ട്. കശ്മീരിലേക്ക് കൊണ്ടുപോയ സമയത്ത് ഓവറായിട്ട് ഗുൽമർഗിന്റെ മുകളിൽ നിന്ന് സോനമർഗിൽ എത്തിയ സമയത്ത് മഞ്ഞ് പെയ്തു. അതായത് എന്താണ് അടുത്ത മൊമെന്റ് നമുക്ക് അറിയില്ലായിരുന്നു. കാരണം എല്ലാവരും അവിടെ പെട്ട് കുടുങ്ങി കിടക്കുന്നത്. ഏകദേശം നമ്മളൊരു 38 മണിക്കൂറോളം നമ്മളവിടെ കുടുങ്ങി കിടന്നു. അപ്പോ ആ സമയത്ത് നമ്മുടെ കൂടെ വന്ന ആളുകള്, അല്ലെങ്കിൽ നമ്മൾ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ആ സമയത്ത് എന്താ ചെയ്യാ? നമ്മളൊരു പാക്കേജ് ഒന്നും എടുത്തിട്ട് നമ്മളെ കൂടെ ഒരു ഗൈഡോ അല്ലെങ്കിൽ നമ്മളെ കൂടെ ഒരു വിശ്വസ്തരായിട്ടുള്ള ഒരാളില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ആ സമയത്ത് അവിടെ ഇട്ട് പോകും, പാക്കേജ് അവിടെ ക്ലോസ് ചെയ്യും. അങ്ങനത്തെ കുറെ സംഭവങ്ങളുണ്ട്. അപ്പോ അതുപോലെ തന്നെ നമ്മളിപ്പോ സ്ഥലത്തേക്ക് പർച്ചേസ് ചെയ്യാൻ പോവാണെന്നുണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ലൂട്ടിങ്ങൾ നടക്കും. ഇപ്പോ ഉദാഹരണത്തിന് ഗൈഡുമാര് തമ്മിൽ അല്ലെങ്കിൽ ഡ്രൈവറും കടന്റെ ഓണേഴ്സും തമ്മിൽ ഒക്കെ സംഭവങ്ങൾ ഡീൽ ചെയ്തിട്ട് എന്ത് ചെയ്യും? ഇപ്പൊ 100 രൂപന്റെ പ്രൊഡക്റ്റ് ആണെങ്കിൽ 150 രൂപ അറിയും. ആ 50 രൂപ ഡ്രൈവർക്കോ അല്ലെങ്കിൽ ഗൈഡുമാർക്കോ കിട്ടുന്ന സാധനങ്ങളാണ്. ആ പൈസ നിങ്ങളുടെ കസ്റ്റമേഴ്സിന്റെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടാണ് ചെയ്യുക. അപ്പൊ ആ സാധനങ്ങൾ ജെന്യൂൻ ആയിട്ട് ആ 100 രൂപന്റെ പ്രൊഡക്റ്റ് 99 രൂപക്കാണ് നിങ്ങൾക്ക് വാങ്ങി തരണമെങ്കിൽ ജെന്യൂൻ ആയിട്ടുള്ള ഗൈഡുമാരും അല്ലെങ്കിൽ ട്രാവൽ ഏജൻസി അത് ചെയ്യുള്ളൂ. ഏറെക്കുറെ ആളുകൾ അങ്ങനെ ചെയ്യാറില്ല. പക്ഷെ നമ്മളെ ഏകദേശം എല്ലാ ട്രിപ്പുകളിലും പർച്ചേസ് ചെയ്യാനും
നിങ്ങൾ പോകുന്ന എന്ത് സാധനങ്ങൾക്കാണ് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോ എന്ത് വില കൊടുത്തും നല്ല യാത്രകൾ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സുപരിചിതമല്ലാത്ത സ്ഥലത്തേക്കാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഏറ്റവും ബെറ്റർ നല്ലൊരു പാക്കേജ്, ട്രസ്റ്റി ആയിട്ടുള്ള പാക്കേജ് എടുത്ത് പോകുന്നതിനാണ് ഏറ്റവും ബെറ്റർ.